അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയ ഹബീബിങ്ങളെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മൾ ഇന്ന് ഏഴാമത്തെ ദിവസത്തിലേക്ക് അല്ലെ, ആറാമത്തെ മുത്തുമൈന ചലഞ്ചിൽ ഏഴാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇന്ന് നമ്മള് നോക്കാൻ പോകുന്നത്, നമ്മള് പല കാര്യങ്ങളും ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് എനിക്ക് സമയമില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? എനിക്ക് സമയമില്ല, എനിക്ക് കുട്ടികളെ നോക്കാനുണ്ട്, എനിക്ക് വീട് നോക്കാനുണ്ട്, എനിക്ക് വീട്ടിലെ മറ്റു ജോലികളുണ്ട്. ഒരുപാട് എക്സ്ക്യൂസസ് നമ്മൾ പറയുന്നതാണ് ഇഹലോകത്തിനെ കുറിച്ചാണ്. അപ്പൊ അള്ളാന്റെ സ്ഥാനം എവിടെയാണ് നമ്മളെ ഹൃദയത്തില്? ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്കാണ്? ഫോണിനാണോ, നിങ്ങളെ മക്കൾക്കാണോ, അല്ലെങ്കിൽ ആളുകൾക്കാണോ, പണത്തിനാണോ, സ്വപ്നങ്ങൾക്കാണോ, അല്ലെങ്കിൽ അള്ളാഹുവിനാണോ? നമുക്ക് ഇന്ന് ഒരു സത്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു മുസ്ലിമയുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സ്നേഹം അള്ളാഹുവിനായിരിക്കണം. സ്വന്തം ശരീരത്തെക്കാളേറെ അള്ളാഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ഒഴിവ് സമയം കിട്ടുന്ന സമയത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാം, ബാക്കിയുള്ള ടൈം മുഴുവനും ഇഹലോകത്തിന് വേണ്ടി ചെലവഴിക്കാം? അപ്പൊ നമ്മൾക്ക് എവിടെയാണ് അള്ളാന്റെ സ്ഥാനമുള്ളത്? നമ്മളെ ഒഴിവ് സമയമാണ് അള്ളാഹുവിന് വേണ്ടി മാറ്റി വെക്കേണ്ടത്, സ്വലാത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടത്. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ശൂന്യമാകുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സമാധാനം കിട്ടാത്തത്? നമുക്ക് എന്തുകൊണ്ടാ ഒരു മനസ്സറിഞ്ഞ സന്തോഷം കിട്ടാത്തത്? അതിന് നമ്മൾ എവിടെയാണ് സന്തോഷം അന്വേഷിക്കുന്നേ? പുതിയ വസ്ത്രം, പുതിയ ഫോണ്, സോഷ്യൽ മീഡിയയില് ആളുകളെ അംഗീകരിച്ചാല് അല്ലെ? ഓ, ഞാൻ ഇന്ന് ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ കുട്ടീനെ അങ്ങനെ കൊണ്ടുപോയി, ഞാൻ വീട്ടില് ഫുഡ് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ 4 മക്കളെ നല്ല അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്, ഞാൻ ഈ കുട്ടീനെ നോക്കുന്നതിന്റെ കൂടെ തന്നെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുടുംബം നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അതിന്റെ കൂടെ വർക്കും ചെയ്യുന്നുണ്ട്, ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പം എന്താണ് സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവര് ഓഹ് വാവ് അതെയോ, അടിപൊളി, നിങ്ങളാള് സൂപ്പറാണല്ലോ, ഇത് തിരിച്ചു പറയണമെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അതിന് വേണ്ടിയിട്ടല്ലേ, അവരുടെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്ത കാര്യങ്ങൾ മുഴുവനും നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അല്ലെ? ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു നിൽക്കുക, നിങ്ങൾക്കൊരു പുതിയ വസ്ത്രം കിട്ടി, വാവ്, ഒരു സന്തോഷം. കുറച്ച് ദിവസം കഴിഞ്ഞാല് അത് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് ഇട്ടു, പിന്നെ വീണ്ടും ആ പുതിയ വസ്ത്രം ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടുമോ? ഇത് ഞാൻ കുറച്ചിട്ട് ഇട്ടതാണ് അല്ലെ? ഇതേ ഫോൺ കിട്ടി കഴിഞ്ഞാലും ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ ആ ഫോണ് പഴയതായി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെ. നമ്മളത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കേൾക്കുമ്പോൾ വാവ്, ഉയർത്തെഴുന്നേൽക്കും. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല സന്തോഷമുള്ള വല്ല നാച്ചറോ അല്ലെങ്കിൽ നല്ല വയല് അല്ലെങ്കിൽ എന്തും നല്ല ഭക്ഷണം എന്തും ആവട്ടെ, യാത്ര പോകുന്നത് ഒക്കെയും കണ്ടാല് ആ കാണുന്ന സമയത്ത് നമുക്ക് ഹോ വാവ് അടിപൊളി, ഒരു സന്തോഷം കിട്ടും. അത് കഴിഞ്ഞാലോ, ഇനി ആളുകളെ അംഗീകാരത്തിലോ, ഓ നീ അടിപൊളിയാണ് കേട്ടോ, ചിലപ്പോ നമ്മൾ ആ പറഞ്ഞ തന്നെ റിവൈൻഡ് ചെയ്തിട്ട് ഓന് ഇനി എന്നെ കളിയാക്കി പറഞ്ഞതാണോ, അവര് അത് ഉദ്ദേശിച്ചിട്ടാണോ അതോ ഇത് ഉദ്ദേശിച്ചിട്ടാണോ, നമുക്ക് ആ ഒരു സന്തോഷം നിലനിൽക്കുന്നുണ്ടോ? ആളുകൾ അംഗീകാരം കിട്ടാത്തപ്പം നമുക്ക് വിഷമം വരുന്നുണ്ട്. എപ്പോഴും ആളുകൾ അംഗീകരിച്ചുകൊണ്ടേ ഇരിക്കാന്ന് പറഞ്ഞ നടപടിയാണ്, കേസാണോ? അതെ, വീണ്ടും ആദ്യത്തെ അതേ ശൂന്യത വരും അല്ലേ? ആ സന്തോഷം, ചെറിയ സന്തോഷം വന്നു, അത് പോയി. അതെന്താ കാരണം? എന്തുകൊണ്ടാണ്? നമ്മളെ ഹൃദയം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അപ്പം അതിനാൽ ഹൃദയത്തെ പൂർണ്ണമായി നിറയ്ക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ആ ഒരു സത്യം മനസ്സിലാക്കാം. നമ്മൾ ബാക്കി എന്തൊക്കെ ചെയ്താലും, എനിക്ക് ഈ ജോലി വാങ്ങി, ഞാൻ പഠിച്ചു, വലിയ റാങ്ക് വാങ്ങി, PSC എഴുതി, ഉം, ജോലിക്ക് കയറി, ജോലിക്ക് കയറുമ്പോഴാണ് മനസ്സിലാവും അതിന്റെ സ്ട്രഗിള്. പിന്നീട് നമ്മളെ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരുപക്ഷെ ജോലിക്ക് പോകുന്നത്. അപ്പൊ ആ സന്തോഷം എവിടെ പോയി? അപ്പം നമ്മള് ഇങ്ങനെ ഇഹലോകത്തുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് നമ്മളെ ഹൃദയം ശൂന്യമായി പോകുന്നത്. മറിച്ച് അള്ളാഹുവില്
സന്തോഷം കണ്ടെത്തണം. അള്ളാഹുവിൽ ഹൃദയത്തെ പൂർണ്ണമായി നിറയ്ക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് വന്നു കഴിഞ്ഞാലേ പിന്നീട് നമ്മൾ അതിനു വേണ്ടിയിട്ടാ ശ്രമിക്കുക. അള്ളാഹു ഇന്ന് ഞാൻ ദിക്റ് ചൊല്ലി കുറഞ്ഞു പോയോ? അള്ളാഹിന്റെ ഹിദായത്തിന്റെ ഹൃദയത്തിൽ കയറാൻ തുടങ്ങുന്നുണ്ടോ? കയറുന്നുണ്ടോ? ഇന്ന് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അള്ളാഹിനെ മറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു പോയോ? അല്ലേ? അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്നും ഓതുന്നത്ര സ്വലാത്ത് ചൊല്ലിയിട്ടില്ലേ? ഇങ്ങനെ നമ്മള് അള്ളാഹുവിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഹൃദയം കൂടുതൽ കൂടുതൽ നിറയുന്നതായിട്ട് കാണാം. ഈ ഒരു നിറവ് നിങ്ങൾ ഒന്നുമില്ലായ്മയിലാണെങ്കിലും എത്രയൊക്കെ ബുദ്ധിമുട്ടിലാണെങ്കിലും എത്രയൊക്കെ വിഷമത്തിലും പ്രയാസത്തിലും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിലും വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിലും അള്ളാഹുവിനെ തേടുന്ന സമയത്ത് നിങ്ങൾക്ക് സമാധാനം കിട്ടും. ഓക്കെ, ഓരോ വേദനയ്ക്കും അള്ളാഹുവെ എനിക്ക് വേദന ഉണ്ട്, അള്ളാഹുവെ എന്റെ വേദന മാറ്റി തരണേ റബ്ബേ, അള്ളാഹു എനിക്ക് ഇത് സഹിക്കാനുള്ള ക്ഷമ തരണേ റബ്ബേ, നമ്മൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ആ സമയത്ത് നമുക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഏതുപോലെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ചെറിയ കുഞ്ഞ് വീണു, കാല് മുറിഞ്ഞു, ചോര വന്നു. ആ സമയത്ത് നമ്മൾ പോയാണ്ട് എടുത്തിട്ട് ഓ സാരമില്ല ട്ടോ വെച്ചിട്ട് ഊരി കൊടുത്തു, പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തു, വേണമെങ്കിൽ ഒന്ന് കഴുകി കൊടുത്തു, എന്നിട്ട് സാരമില്ല ട്ടോ മോളെ എന്ന് പറഞ്ഞ് എടുത്ത് പുറത്തിട്ടൊന്ന് തട്ടി. ആ സമയത്ത് കുട്ടി കരച്ചിൽ നിർത്തും. അതെന്താ? ആ വേദന അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്, ആ മുറിവ് അവിടെ തന്നെ ഉണ്ട്, ചോര വരുന്നുണ്ട്. പക്ഷെ പിന്നെ എങ്ങനെ കുട്ടി കരച്ചിൽ നിർത്തിയത്? കുട്ടിയുടെ ഹൃദയത്തില് ഒരു സമാധാനം വന്നു. അതേപോലെ അള്ളാ ഒരു ഉമ്മാനേക്കാളും 70 ഇരട്ടി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ ചെയ്യുന്ന അള്ളാഹുവിന്റെ അടുത്താണ് നമ്മളെല്ലാ വിഷമങ്ങളും പറയുന്നത്. അവിടെയാണ് നമ്മളെ ഹൃദയം നിറയ്ക്കാൻ പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഹൃദയം നിറയില്ല, നമുക്ക് സമാധാനം കിട്ടൂല. ഇതൊക്കെ അറിയാം, പക്ഷേ നമ്മൾ വീണ്ടും ദുനിയാവിന്റെ പോകുന്നുണ്ട് അല്ലെ? ഒരിക്കലും ദുനിയാവിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ദുനിയാവിലുള്ള ഒന്നും വേണ്ട, വെറും ഇബാദത്ത് മാത്രം മതി എന്നാണ് അള്ളാഹു നമ്മളോ പറഞ്ഞിട്ടുള്ളത്. അല്ല, എന്താണ്? പകൽ സമയത്ത് നിങ്ങൾക്ക് മായിഷത്തിന് വേണ്ടിയിട്ടും അല്ലെ, റിസ്ക്കിന് വേണ്ടിയിട്ട്, രാത്രി സമയം ഇബാദത്തിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? പകലും രാത്രിയും ഒക്കെ ദുനിയാവിന് വേണ്ടിയിട്ട് ചെയ്യും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഓക്കെ ഇത് തന്നെ രാത്രിയും മതി എന്ന് തീരുമാനിക്കാം. ഇപ്പം നമ്മള് കുഞ്ഞുങ്ങൾ കുറച്ച് പേര് മാത്രമുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തോടെ കിച്ചൺ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ വൈകുന്നേരം വരെ അസറോടെ കിച്ചൺ പരിപാടി നിർത്താൻ പറ്റും. പിന്നെ ഭക്ഷണം കഴിക്കുക, ആ പാത്രം കഴുകിയൊക്കെ ഉറങ്ങുക, ഈ രീതിയിലേക്ക്. അപ്പൊ നമുക്ക് ഒരുപാട് സമയം രാത്രി കിട്ടുന്നുണ്ട്. ഇത് എന്താ ചെയ്യുന്നത്? നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, പാത്രം കഴുകി വെക്കുക, വീട് ക്ലീൻ ആക്കുക, വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുക. വീട്ടിലുള്ളവര് സത്യത്തിൽ ഇതാണ് ജീവിതം എന്ന് വിചാരിച്ചിട്ട് ജീവിക്കാണ്. സത്യത്തിൽ അത് ശരിയുണ്ടാവും? ഇതേ സംഭവം നിങ്ങള് എങ്ങോട്ടേലും പോവാനുണ്ട്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എങ്ങോട്ടേലും പോവാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം? 9 മണി അല്ലെങ്കിൽ 8 മണി എല്ലാ പണിയും കഴിച്ച് അടിച്ചേരി തുടക്കലും തിരുമ്പലും ബാത്റൂം കഴുകൽ വരെയെന്ന് അറിയുമ്പോണം കഴിഞ്ഞിട്ട് പോവും. അപ്പൊ അവിടെ എന്താ സംഭവിച്ചേ? നമ്മളെ സമയത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നില്ല, ശരിയല്ലേ? നമ്മൾ മുൻഗണന കൊടുക്കുന്നില്ല. നമ്മൾ ആ ഹോസ്പിറ്റൽ പോക്ക് മുൻഗണന കൊടുത്തോണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം തീർത്തു. അതേപോലെ അള്ളാഹുവിലേക്ക് എടുക്കാൻ, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തിന് മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തില് സമാധാനം നിറയ്ക്കാൻ മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തീർത്തിട്ട് സമാധാനം കണ്ടെത്തുന്നതിലേക്ക് വരും, ശരിയല്ലേ? ദുനിയാവിന്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോകം ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സൗന്ദര്യമുള്ളതാണ് നമ്മളെ ഈ ഭൂമി എന്ന് പറയുന്നത്. നമ്മളെ ചുറ്റും ഒന്ന് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള പല കാര്യങ്ങളും. ഒരു ചെടി എടുക്കുകയാണെങ്കിൽ പോലും നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഒരു പൂവ് അല്ലെ, ഒരു കുഞ്ഞിന്റെ മുഖം, ഇനി ഒക്കെ പോട്ടെ, നമ്മുടെ മുഖം ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കാം. എന്ത് ഭംഗിയിലാണ് അള്ളാഹു ആ കണ്ണുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന ഭംഗിയെ ആസ്വദിക്കുന്ന ഈ കണ്ണുകളെ അള്ളാഹു എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ? ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും, ഒരുപാട് നമ്മൾ ചുറ്റും നോക്കിയ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മനോഹാരിത കാണാൻ കഴിയും.
ഭംഗി, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഭംഗി കാണാൻ കഴിയും. മരങ്ങളാവട്ടെ, വീടുകളാവട്ടെ, ജീവികളാവട്ടെ, കിളികളാവട്ടെ, ഇങ്ങനെ എന്തായാലും നോക്കുന്നതൊക്കെ നല്ല മനോഹരമായ കുറെ സൃഷ്ടിപ്പുകളാ. ഇപ്പൊ ഒരു പൂവാണെന്ന് വെച്ചാൽ ആ അഞ്ചെതളുള്ള പൂവ്, എല്ലാ പൂക്കളും അഞ്ചെതള് അല്ലെ, ഒരേ രീതിയിൽ ഇങ്ങനെ നമുക്ക് നോക്കുന്ന സമയത്ത് പല 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 ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ഈ ദുനിയാവിനൊരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ? ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കൂല. ഇന്ന് കാണുന്ന ഇല നാളെ കൊഴിഞ്ഞു വീഴും. നമ്മൾ ഇന്ന് ഒരുപാട് പണമുള്ള ആളാണ് വെച്ചാൽ ഒരു പക്ഷെ നാളെ പിറ്റേന്ന് അത്ര പണം നമ്മളെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാവണം എന്നില്ല ആരോഗ്യം, അല്ലെ? ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ നാളെ ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് അറിയില്ല. നാളെ നമ്മൾ വയസ്സായി ചുളിവോട് കൂടിയിട്ടായിരിക്കും, ഭംഗിയില്ലാത്ത രീതിയിലായിരിക്കും. സൗന്ദര്യം മാറും, പണം മാറും, ആളുകൾ മാറും, സാഹചര്യങ്ങൾ മാറും, ഒന്നും സ്ഥിരമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ടാണ് ദുനിയാവിനെ സ്നേഹിക്കാം, പക്ഷെ അള്ളാഹുവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കരുത്. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കും. ഇനി നമുക്ക് എങ്ങനെയെന്ന് അറിയാം ഞാൻ ദുനിയാവിനെ അധികം സ്നേഹിക്കുന്നുണ്ടോന്ന്? സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ഫോണിൽ ചെലവഴിക്കുന്ന സമയത്തേക്കാൾ ഖുറാനിൽ സമയം ചെലവഴിക്കുന്നുണ്ടോ? ആളുകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ദുആയേക്കാൾ വിഷമിക്കുകയാണോ? ഇവയിൽ പലതിനും ഇല്ല ആണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഒരു റീസെറ്റ് ആവശ്യമുണ്ട്. അള്ളാഹുവിനോടുള്ള സ്നേഹം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് നോക്കാം. ഖുർആൻ ഓതുക, അള്ളാഹുവിന്റെ വാക്കുകളുമായിട്ട് ബന്ധപ്പെടാൻ. ഞാനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? വാട്സപ്പിൽ ഇന്നായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെ. ഗ്രൂപ്പിൽ ചേർന്ന ഇതിന്റെ വാക്കുകൾ നിങ്ങൾ ഇങ്ങനെ കേൾക്കും. അതുപോലെയല്ല കേട്ടോ, അള്ളാഹുവിന്റെ വാക്കുകളോട് ബന്ധപ്പെടുക എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവായ മാലിക്കുൽ മുൽക്കായ അള്ളാഹുവിന്റെ വാക്കുകൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് എന്താണ് അള്ളാഹു ഇന്നോ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹു എന്തൊക്കെ നിയമങ്ങളാണ് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത്? ഇതാണ് സത്യത്തിൽ ഖുർആൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അള്ളാഹുവിന്റെ ഖുർആൻ ഓതുക. ഇനി നമ്മൾ ഹൈറിലാണ്, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, കേൾക്കുക. ഇന്നത്തെ കാലത്ത് യൂട്യൂബിലൊക്കെ ഖുറാന്റെ അർത്ഥ സഹിതം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഖുറാന്റെ അർത്ഥവും തഫ്സീറും തർജ്ജമയും ഒക്കെ ഉള്ള, അത് ഉപയോഗിക്കാം. ഖുർആന്റെ അർത്ഥം അറിഞ്ഞ് തദബ്ബുറോട് കൂടിയിട്ട് ഓതാൻ ശ്രമിക്കുക, ഒരു സൂറത്തെങ്കിലും. രണ്ടാമത്തെ കാര്യം ദിക്ർ വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽനാ വഹുവ റബ്ബുൽ അർശിൽ അളീം, മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇങ്ങനെ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതിലൊരുവിധ എല്ലാ കാര്യങ്ങളും വിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഹംദും ഇസ്തിഗ്ഫാറും എല്ലതും പെട്ടു അല്ലെ. അപ്പം ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ദിക്റ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ചെറിയ വാക്കുകളല്ലേന്ന്, പക്ഷെ അത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ സമാധാനം കോരിച്ചൊരിയാൻ കഴിവുള്ള ഒരു സംഭവമാണ്. അത് അള്ളാഹു തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ എന്നെ ഓർക്കുന്നതിലൂടെ അല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം കിട്ടൂല എന്നുള്ളത്. എന്നെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് എന്ന് അള്ളാഹു പറഞ്ഞതാ. ഹൃദയം ഉണ്ടാക്കിയ ആളെ ഇങ്ങനെ ഇതിന് സമാധാനം കിട്ടുള്ളൂ പറഞ്ഞ പിന്നെ നമ്മൾ വേറെ ഏതൊക്കെ മാർഗം നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചിന്തിക്കാം. നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നിഅമത്തുകളും ഓർക്കുക. ഏകാന്തതയിൽ ദുആ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹംദ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഉറങ്ങാനൊന്നും സമയം ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ഒരു നേരം നമ്മളെ ശ്വാസം എടുക്കുന്നത് നിന്ന് കഴിഞ്ഞാല് നമ്മളെ അവസ്ഥ എന്താവും? എത്ര പൈസ മുടക്കണം? എന്നിട്ട് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ഫ്രീ ആയിട്ട് ശ്വാസം തരണം അള്ളാഹു. ആ മോട്ടോർ വർക്ക് ചെയ്യിച്ചോണ്ടിരിക്കുക.
നമ്മുടെ ഹൃദയം നിലച്ചു കഴിഞ്ഞാല് എത്ര ലക്ഷങ്ങൾ കൊടുക്കണം? ആ പൈപ്പ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാല് അല്ലെ, ബൈപ്പാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ നരമ്പുകൾ, ഒരുപാട് നരമ്പുകൾ ഉണ്ട്, ഏതിലേലും ഒന്ന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാല്, ഒന്ന് പൊട്ടിക്കഴിഞ്ഞാല്, എന്തെങ്കിലും ഒരു ചെറിയൊരു പണിമുടക്കം നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ വരും, എത്ര വേദന സഹിക്കണം, എത്ര പണം ചെലവാക്കണം, എന്നിട്ട് അത് ശരിയാക്കി കിട്ടുമോ? അപ്പൊ നമ്മള് ഓരോ ശ്വാസത്തിനും നമ്മൾ അൽഹംദുലില്ല 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 പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ നേരം കിട്ടൂല. എന്നാലും തീരൂല. കാരണം നമുക്ക് ഓരോ കോശങ്ങളിൽ പോലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ഇത്ര ദിവസത്തിനുള്ളിൽ, ചിലര് 90 ദിവസം പറയുന്നുണ്ട്, ചിലര് 16 ദിവസം പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും കോശങ്ങൾ നശിക്കുന്നുണ്ട്, പുതിയ കോശങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് കോശങ്ങളാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതൊക്കെ അപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ അൽഹംദുലില്ലാ പറയുമ്പോ എന്നാ തീരാ? ഇത് നമ്മുടെ ശരീരത്തിന്റെ മാത്രം കാര്യം. ഇനി ബാക്കി എന്തൊക്കെയുണ്ട്? നമ്മുടെ വെള്ളം, ഭക്ഷണം, വസ്ത്രം, കാഴ്ച, കേൾവി, മക്കള്, ഭർത്താവ്, കുടുംബം, ഉമ്മ, വാപ്പ, അനിയന്, ഏട്ടന്, അല്ലെ. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നമുക്ക് അറിവ് തന്നതിന്, നമുക്ക് ഹിദായത്ത് തന്നതിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മത്താക്കി തന്നതിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിട്ട് ജനിപ്പിച്ചതിന്, ഇങ്ങനെ 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 എണ്ണിയാ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കും. അതേപോലെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ദുആ ചെയ്യുക, ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് സംസാരിക്കാം. നമ്മളെ ഹൃദയത്തിന്റെ ദുആ, അള്ളാഹുവേ ഈ ലോകത്തെക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഹൃദയം എനിക്ക് നൽകണേ, എന്റെ ഹൃദയത്തിലെ തെറ്റായ ആസക്തികൾ നീക്കണേ, ഖുർആനോട് സ്നേഹം നൽകണേ, നിസ്കാരത്തോട് സ്നേഹം നൽകണേ, നിന്റെ സാമീപ്യം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കണേ. ഇന്നത്തെ ടാസ്ക് ഖുർആൻ ഓതുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഇതുവരെ 100 ഇസ്തിഗ്ഫാറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 കൂടി അതിൽ ആഡ് ചെയ്യാം. ഇന്ന് 1 മണിക്കൂർ ആവശ്യമില്ലാതെ സ്ക്രോൾ ചെയ്യുന്നത് ഒഴിവാക്കാം. മൊബൈൽ 1 മണിക്കൂർ വെറുതെ ഇരിക്കുന്ന സമയത്ത് 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാം. അള്ളാഹു എനിക്ക് നൽകിയ 10 അനുഗ്രഹങ്ങൾ എഴുതുക. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകം നിങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായി സന്തോഷിപ്പിക്കൂല, ഒരിക്കലും സന്തോഷിപ്പിക്കൂല. കാരണം നിങ്ങളുടെ ഹൃദയം ദുനിയാവിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല, അത് അള്ളാഹുവിനായിട്ട് സൃഷ്ടിക്കപ്പെട്ട, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടതാ. ഇന്ന് നമ്മൾ പഠിച്ചത് എന്തുകൊണ്ടാണ് ദുനിയാവ് മനസ്സിന് സമാധാനം തരാത്തതെന്ന് പഠിച്ചു. അള്ളാഹുവിനോടുള്ള സ്നേഹം എങ്ങനെ വർദ്ധിപ്പിക്കാന്ന് പഠിച്ചു. ഹൃദയത്തെ അള്ളാഹുവിലേക്ക് എങ്ങനെ തിരിക്കാന്ന് പഠിച്ചു. ഒരു മുസ്ലിമയുടെ യഥാർത്ഥ സന്തോഷം എവിടെയാണ് എന്നും പഠിച്ചു അല്ലെ. ഇനി ഞാൻ മറ്റൊരു ടിപ്പും കൂടി തരാം. ഈ ലോകത്ത് കാണുന്ന മുഴുവൻ കാര്യങ്ങളും, നമ്മൾ ഇഹലോകത്ത് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ സ്നേഹത്തോട് ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. അത് എങ്ങനെയെന്ന് വെച്ചാല്, ഞാനിപ്പോ മോളെ അല്ലെങ്കിൽ മോനെ എണീപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മദ്രസയിലേക്ക് പറഞ്ഞേക്കാണ്. അപ്പൊ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആ സമയത്ത് നമ്മൾ പറയാം, ഓക്കെ അള്ളാഹുവേ, നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നിന്നിൽ നിന്നുള്ള പ്രതീക്ഷ, നിന്നിൽ നിന്നുള്ള ഈ കൂലി ആഗ്രഹിച്ചിട്ട് ഞാനിത് ചെയ്യാണ് എന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാല് എല്ലാം നമുക്ക് അള്ളാഹുമായിട്ട് കണക്ട് ആവും അല്ലെ. ഈ വീട് വൃത്തിയാക്കുന്നത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്. ഞാൻ കുക്ക് ചെയ്യുന്നത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മക്കളെ വസ്ത്രമൊക്കെ അലക്കി കൊടുക്കുന്നത്, കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ്. ഇങ്ങനെ നോക്കുമ്പോ എല്ലാതും നമ്മളെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാണ്. ആ സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത മനസ്സമാധാനം കിട്ടും. കാരണം നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് ഈ ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ഞാൻ ഓളെ കൊണ്ടേ കുളിപ്പിക്കണം, അല്ലെങ്കിൽ ആൾക്കാരെന്താ പറയാ, ഇത് ചെയ്തില്ലെങ്കിൽ ആൾക്കാരെന്താ പറയാ, ഞാൻ അങ്ങനെ പോണം, ഉമ്മക്ക് വയ്യ അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ, മറ്റേത് നാത്തൂന് എന്താ പറയാ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഓക്കെ ചെയ്യുന്നത് മുഴുവനും അള്ളാന്റെ, മറ്റുള്ളവരെ എന്തു പറയും എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമുണ്ടോ, ഞാൻ ചെയ്യുന്നു. ഈ രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ലോകത്തെക്കാൾ
അള്ളാഹുവെ ലോകത്തെക്കാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണേ റബ്ബെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു തവണ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ എന്റെ ശരീരത്തിൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും സ്നേഹം അങ്ങയോടാണെന്ന് പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പം നബി പറഞ്ഞിട്ടുണ്ട് പോരാ, അതിനേക്കാളും കൂടുതൽ വേണം. അപ്പൊ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്റെ ശരീരത്തെക്കാളും കൂടുതൽ നബിയെ സ്നേഹിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ശരീരമുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സിലും അതേ രീതിയിൽ തന്നെ വരേണ്ടത്. ഫസ്റ്റ് മുൻഗണന അള്ളാഹ്ക്ക്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിന്, പിന്നെ നമ്മുടെ കുടുംബത്തിന്, പിന്നീട് നമ്മുടെ കൂട്ടുകാർക്ക്, അയൽവാസികൾക്ക്, ഇങ്ങനെ നാട്ടുകാർക്ക് ഒക്കെ പോകേണ്ടത്. നമ്മൾ ഈ ഒരു സിസ്റ്റം തെറ്റുന്ന സമയത്താണ് നമ്മുടെ ജീവിതം സമാധാനം ഇല്ലാതാവുന്നത്. ഇതില് ചിലപ്പം പലരും അള്ളാഹുവിലേക്ക് കുറച്ചൊക്കെ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നുണ്ടാവില്ല. ചിലര് ശരീരത്തെ സ്നേഹിക്കുന്നുണ്ടാവും, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടാവില്ല, മുത്തുനബിയെ സ്നേഹിക്കുന്നുണ്ടാവില്ല. അപ്പം ഇത് ഈ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ അതന്നെ നിങ്ങളെ ജീവിതത്തിൽ ഫോളോ ചെയ്യുക. പിന്നെ വേറെ ഒരു മരുന്നിന്റെ ആവശ്യമില്ല. മനസ്സമാധാനം താനേ ഉണ്ടാവും, ഞാനല്ല, അള്ളാഹു തരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ അള്ളാഹുവിനെ തേടുന്ന ഹൃദയമാക്കിയിട്ടും അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം നിറഞ്ഞ ഹൃദയങ്ങളാക്കിയും മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാനും എല്ലാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ طيبا مباركا فيه. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഇതുപോലെയുള്ള നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആ ഗ്രൂപ്പിൽ കയറിയാൽ നമ്മൾ നടത്തുന്ന കോഴ്സുകളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇൻഷാല്ല സ്ത്രീകൾക്ക് മാത്രമാണ് അവസരം. അപ്പം താല്പര്യമുള്ളവര് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളാണ് വെച്ചാൽ ചേരുക. ഒരു കൂട്ടായ്മ, സ്വർഗത്തിലേക്കുള്ള കൂട്ടുകാരികളായിട്ട് നമുക്കൊരു കൂട്ടായ്മയെ കിട്ടും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.